എനിക്ക് വയ്യ ജീന, ചത്തു കളഞ്ഞാലോ എന്ന് ആലോചിക്കുവാൻ ഞാൻ. ഏറെ അസ്വസ്ഥയായിരുന്നു ശിവാനി. ഇപ്പോൾ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ആദ്യം മുതലേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ ആളത്ര വെടിപ്പല്ല എന്ന്. അന്നേരം നീ അത് മൈൻഡ് ആക്കിയില്ല. ഇപ്പോ കുരുക്കി വന്ന് പെട്ടപ്പോ ബോധോദയം വന്നു അല്ലേ? കുറ്റപ്പെടുത്തൽ നിറഞ്ഞ ജീനയുടെ ആ വാക്കുകൾക്ക് മുൻപിൽ തല കുമ്പിട്ട് മൗനമായി ശിവാനി. അത് കണ്ട് ജീനയും അസ്വസ്ഥയായി. അവനിപ്പോ എന്താ പറയുന്നേ? എന്താ അവന്റെ ആവശ്യം? കാശാണോ? ആ ചോദ്യം കേട്ട് ദയനീയമായി അവളെ ഒന്ന് നോക്കി ശിവാനി. അത് കണ്ടിട്ട് ജീനയ്ക്ക് വീണ്ടും കലി കയറി. ഊമയെ പോലിരിക്കാതെ പൊറയുകോപ്പേ, എന്താ അവന്റെ ആവശ്യം? അത് കാശല്ല ആവശ്യം. അവൻ്റെ ഒപ്പം ചെല്ലണം, ഏതോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അവിടെ ഒരാഴ്ചത്തേക്ക് ആളില്ലത്രേ. ചെന്നില്ലെങ്കിൽ എൻ്റെ ഈ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ശിവാനിയുടെ മിഴികളിൽ നനവ് പടർന്നിരുന്നു. ഹോ, അപ്പോ സെക്സ് ആണ് ആവശ്യം. എവിടെ? ആ ഫോട്ടോ നോക്കട്ടെ. അവളെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് ഫോൺ കയ്യിലേക്ക് വാങ്ങി ജീന. നഗ്നിയായ ശിവാനിയുടെ ആ ഫോട്ടോ അല്പസമയം സംശയത്തോടെ നോക്കി നിന്നു അവൾ. എടിയേ, ഇത് മോർഫിംഗ് തന്നെയാണോ അതോ കൂട്ടുകാരൻ്റെ വീട്ടിൽ മുന്നേ എപ്പോഴേലും അവൻ്റെ ഒപ്പം നീ പോയിട്ടുണ്ടോ? കണ്ടിട്ട് ഒറിജിനൽ പോലുണ്ട്. ആ കമന്റ് കേട്ട് ദയനീയമായി വീണ്ടും ജീനയെ നോക്കി ശിവാനി. ദൈവദോഷം പറയല്ലേ ജീന, അത്രയ്ക്ക് മോശം പെണ്ണൊന്നുമല്ല ഞാൻ. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഈ വാലന്റൈൻസ് ഡേയിൽ ഒരു കിസ്, അതിനപ്പുറം ഒന്നിനും നിന്നു കൊടുത്തിട്ടില്ല ഞാൻ ഇതുവരെ. അത്രയ്ക്കെങ്ങും മോശക്കാരിയാക്കല്ലേ നീ എന്നെ. നീരസത്തോടെയാണ് പറഞ്ഞതെങ്കിലും ആ വാക്കുകളിൽ നിറഞ്ഞ വേദന ജീന തിരിച്ചറിഞ്ഞു. ഏയ് പോട്ടടോ, ചുമ്മാ പറഞ്ഞതല്ലേ, താനത് സീരിയസ് ആക്കല്ലേ. പക്ഷേ ഈ പ്രശ്നം ഇച്ചിരി സീരിയസ് ആണ്. അറിഞ്ഞിടത്തോളം അവനൊരു ഫ്രോഡാണ്. ഈ ഫോട്ടോ എങ്ങാൻ പുറത്തു പോയാൽ പിന്നെ ആകെ നാണക്കേടാകും. അവൻ്റെ സ്വഭാവം വെച്ചിട്ട് ചിലപ്പോ നീ ചെല്ലാണ്ടിരുന്നാൽ അവൻ ഇത് പുറത്തേക്ക് വിട്ടേക്കും. നമുക്ക് നിന്റെ അച്ഛനോട് തന്നെ കാര്യം പറഞ്ഞാലോ? ചിലപ്പോൾ 1-2 അടിയൊക്കെ കിട്ടിയേക്കാം, പക്ഷെ സംഗതി സേഫ് ആകും. അച്ഛനത് വേണ്ട പോലെ കൈകാര്യം ചെയ്യും. ജീനയുടെ വാക്കുകൾ ശിവാനിക്ക് നടുക്കമായി. ഏയ് വേണ്ട, അച്ഛനിത് അറിഞ്ഞാൽ കൊല്ലും എന്നെ. നിനക്കറിയാലോ അച്ഛൻ്റെ സ്വഭാവം. കലിപ്പ് കയറിയാൽ ആകെ പ്രശ്നമാണ്. അമ്മ മരിച്ചേ പിന്നെ ഒരു കുറവും അറിയിക്കാതെ പൊന്നു പോല അച്ഛൻ എന്നെ നോക്കുന്നേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്നറിഞ്ഞാൽ അച്ഛൻ ഒരിക്കലും ക്ഷമിക്കില്ല, തല്ലിക്കൊല്ലും എന്നെ. ആ മറുപടി പറയുമ്പോൾ അവളുടെ മിഴികളിൽ നിഴലിച്ചിരുന്ന ഭയത്തിൽ നിന്നും അച്ഛനെ ശിവാനി എത്രത്തോളം ഭയക്കുന്നുവെന്ന് മനസ്സിലാക്കി ജീന. ഓക്കെ, അച്ഛനോട് പറയുന്നില്ല. പിന്നെ എന്താ ഇതിനൊരു പോംവഴി? ഒന്നുകിൽ പോലീസിൽ അറിയിച്ച് അവനെ ഒതുക്കണം, അല്ലെങ്കിൽ പിന്നെ അവൻ പറഞ്ഞ പോലെ നീ അവൻ്റെ ഒപ്പം പോണം. ഇത് രണ്ടും അല്ലാതെ വേറൊരു വഴിയില്ല ശിവാനി. ആ വാക്കുകൾ ശിവാനിയെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. മൊബൈൽ ഡിസ്പ്ലേയിൽ അരുൺ എന്ന് കാണുകെ അവളുടെ മുഖം ഭയത്താൽ വിളറി വെളുത്തു. കൈകൾ വിറപൂണ്ടു. ശിവാനിയുടെ ആ ഭാവമാറ്റത്തിൽ നിന്നും ആരാണ് വിളിക്കുന്നതെന്ന് ജീനയും മനസ്സിലാക്കി. നീ ഇങ്ങനെ പേടിക്കാതെ കോൾ അറ്റൻഡ് ചെയ്ത് ലൗഡ് സ്പീക്കറിലിട്ടെ, എന്താ അവൻ പറയണതെന്ന് കേൾക്കാലോ. അത്രയും പറഞ്ഞുകൊണ്ട് ശിവാനിയുടെ ഫോൺ ബലമായി വാങ്ങി കോൾ അറ്റൻഡ് ചെയ്ത് ലൗഡ് സ്പീക്കറിലിട്ട് തിരികെ അവളുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തു ജീന. ഹലോ ശിവാനി, നീ എന്താ എൻ്റെ ഫോൺ എടുക്കാത്തെ? ദേ വെറുതെ ഉടായ്പ കാണിക്കല്ലേ. പോലീസിനെ എങ്ങനെ അറിയിച്ച് സീനാക്കാൻ നോക്കിയാൽ ഈ ഫോട്ടോ ഞാനങ്ങ് അപ്ലോഡ് ചെയ്യും, പറഞ്ഞേക്കാം. പിന്നെ അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന്. കോൾ അറ്റൻഡ് ചെയ്ത പാടെ അരുണിന്റെ ഭാഗത്തു നിന്നും ആദ്യം കേട്ടത് ഈ ഭീഷണിയാണ്. അയ്യോ അങ്ങനെ ചെയ്യല്ലേ പ്ലീസ്, നീ എന്നെ വെറുതെ വിട്. നിനക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ ഞാൻ. എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? പ്ലീസ്. ഫോണിലൂടെ കെഞ്ചുകയായിരുന്നു ശിവാനി. ഞാൻ നിനക്ക് ഒരു ദ്രോഹവും ചെയ്യില്ല ശിവാനി. ആരും ഒന്നും അറിയേയില്ല. നാളെ രാവിലെ കോളേജിൽ നിന്ന് നമ്മൾ നൈസിനങ്ങ് മുങ്ങുന്നു.
കാര്യം കഴിഞ്ഞ് വൈകിട്ട് നേരെ തിരിച്ചു കോളേജിൽ വരുന്നു, അത്രേ ഉള്ളൂ. സേഫ്റ്റിക്ക് ഉള്ളതൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. സോ ആ ഒരു പേടിയും വേണ്ട. കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നടന്ന അപ്പോൾ തന്നെ ഈ ഫോട്ടോയും ഞാൻ ഡിലീറ്റ് ആക്കി കളയും. അരുണിന്റെ മറുപടി കേട്ട് ശിവാനിയുടെ മിഴികളിൽ ഭയത്താൽ നീരുറവകൾ തെളിയവേ ഒപ്പം കേട്ടുനിന്ന ജീനയുടെ മിഴികളിൽ അഗ്നി എരിഞ്ഞു. അപ്പോൾ ശരി, ഞാൻ വെക്കുവാണേ. നാളെ കോളേജിൽ കാണാം. പിന്നെ പറഞ്ഞത് അനുസരിച്ചില്ലേ, നാളെ ഉച്ച മുതൽ നിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാകും, അത് മറക്കണ്ട. ഭീഷണിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു അരുൺ. കോൾ കട്ടാക്കുമ്പോൾ മറുപടിയില്ലാതെ ഭയത്താൽ നടുങ്ങി നിന്നുപോയി ശിവാനി. ഇവനെ വെറുതെ വിടാൻ പറ്റില്ല ശിവ, പണി കൊടുത്തേ പറ്റൂ. ഒരു പെണ്ണിന്റെ നിസ്സഹായത നല്ലോണം മുതലാക്കുക നാറി. ദേഷ്യത്താൽ പല്ലുകൾ ഞെരിച്ചു ജീന. ആ സമയം പൊട്ടിക്കരഞ്ഞുപോയി ശിവാനി. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു ജീന. ഒടുവിൽ ഒരു പോംവഴി കണ്ടെത്തി അവൾ. ശിവ, നീ ടെൻഷനാകണ്ട, നേരെ വീട്ടിലേക്ക് പോയിക്കോ. നാളെ ഒന്നും സംഭവിക്കില്ല. ഈ പ്രശ്നം ഞാൻ സോൾവ് ആക്കി തരാം. ആ വാക്കുകൾ കേട്ട് അവിശ്വസനീയമായി അവളെ ഒന്ന് നോക്കി ശിവാനി. അതേടോ, അവൻ ഇത്ര അഹങ്കാരം കാണിക്കുന്ന സ്ഥിതിക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാനുള്ള ആളൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നാളെ മുതൽ അവൻ നിന്നെ ശല്യം ചെയ്യില്ല. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കാം. നീ നേരെ വീട്ടിലേക്ക് വിട്ടോ. ജീനയുടെ വാക്കുകൾ കേട്ട് വീണ്ടും സംശയമായി ശിവാനിക്ക്. ഏതാണ് ജീന? എന്താ നീ ഉദ്ദേശിക്കുന്നേ? ഒന്ന് തെളിച്ചു പറയ്. അവനെ അപായപ്പെടുത്താൻ പോവുകയാണോ? അതൊക്കെ നാളെ പറയാം. നീ ടെൻഷൻ ആകാതെ വീട്ടിലേക്ക് പോയിക്കോ. ഈ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞില്ലേ, അതിനെപ്പറ്റി ഇനി ഒന്നും ആലോചിക്കുകയേ വേണ്ട. ജീനയുടെ ആത്മവിശ്വാസം കാണുകയും പിന്നെ ഒന്നും ചോദിച്ചില്ല ശിവാനി. ഉള്ളിൽ അനേകം സംശയങ്ങൾ ബാക്കി നിർത്തി അവൾ പതിയെ വീട്ടിലേക്ക് പോയി. ബിസിനസ് ആവശ്യത്തിന് സിറ്റിയിലേക്ക് പോയ അച്ഛൻ ബാലചന്ദ്രൻ തിരികെ എത്താൻ വൈകുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് ചെറിയൊരാശ്വാസമായി ശിവാനിക്ക്. കാരണം അത്രയും സമയം കൊണ്ട് ഉള്ളിലെ പേടിയെ മറികടന്ന് അച്ഛൻ്റെ മുന്നിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറുവാൻ അവൾ തയ്യാറെടുത്തു. പക്ഷെ അന്നത്തെ രാത്രി അവൾ ഉറങ്ങിയില്ല. ഓരോ നിമിഷവും അരുണിൻ്റെ മെസ്സേജോ കോളോ ഫോണിലേക്ക് വരുമോ എന്ന ഭയത്തിൽ ഉറക്കം പോലും മറന്നിരുന്നു പോയി. എന്താ മോളെ, മുഖത്ത് ഒരു ക്ഷീണം? ഇന്നലെ ഉറങ്ങിയില്ലേ നീ? അതോ എന്തേലും വയ്യായും ഉണ്ടോ നിനക്ക്? രാവിലെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ വളരെ പണിപ്പെട്ട് പുഞ്ചിരിച്ചു ശിവാനി. ഒന്നുമില്ല അച്ഛാ, ചെറിയൊരു തലവേദന, അതാകും. പിന്നെ കഴിവതും അച്ഛൻ്റെ മുന്നിൽ പോകാതെ ശ്രദ്ധിച്ചു അവൾ. മനസ്സിലാ മനസ്സോടെയാണ് ശിവാനി കോളേജിലേക്ക് പോകുവാൻ റെഡിയായത്. അതിനിടയിൽ പലവട്ടം ജീനയെ വിളിച്ചെങ്കിലും അവളും കോൾ അറ്റൻഡ് ചെയ്തില്ല. അതോടെ അവളുടെ നെഞ്ചിടിപ്പേറി. ഒടുവിൽ രണ്ടും കൽപ്പിച്ചവൾ കോളേജിലെത്തി. സമയം 10 മണിയായിരുന്നു. ഉള്ളിലെ ഭയത്തെ പുറത്തു കാട്ടാതെ അറച്ചറച്ച് ശിവാനി പതിയെ നടന്നു. എന്നാൽ ഒരു വലിയ നടുക്കമായി ഗേറ്റിന് മുന്നിൽ തന്നെ അരുൺ അവൾക്കായി കാത്തു നിന്നിരുന്നു. അവനെ കണ്ടതോടെ അടിമുടി വിറച്ചു ശിവാനി. മാത്രമല്ല, ധൈര്യം പകർന്നിരുന്ന ജീന ഒപ്പമില്ലാത്തതും അവളെ കുഴപ്പിച്ചു. എന്നാൽ പിന്നെ സംഭവിച്ചതെല്ലാം അവിശ്വസനീയമായിരുന്നു. ശിവാനിയെ കണ്ട മാത്രയിൽ അരുൺ അവൾക്കരികിലേക്ക് ഓടിയെടുത്തു. എൻ്റെ പൊന്ന് ശിവാനി, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ചെയ്തത് തെറ്റാണ്. അതെനിക്ക് ഇന്നലെ മനസ്സിലായി. ദയവ് ചെയ്ത് ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം പ്ലീസ്. തൊഴുകയോടെ നിൽക്കുന്ന അരുണിന് മുന്നിൽ ഒന്നും മനസ്സിലാകാതെ മരവിച്ചു നിന്നുപോയി ശിവാനി. ഇനി ഒരു ശല്യത്തിനും ഞാൻ വരില്ല പ്ലീസ്, കെഞ്ചുകയായിരുന്നു അരുൺ. ഒറ്റനോട്ടത്തിൽ അവനെ ആരോ കാര്യമായി മർദ്ദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നു. ജീന പണി പറ്റിച്ചുവോ? അപ്പോൾ ഈ ഒരു സർപ്രൈസ് തരാനാകും അവൾ മനഃപൂർവ്വം ഫോൺ എടുക്കാതിരുന്നത്. അന്നേരം മുതൽ ശിവാനിയുടെ ഉള്ളിൽ അല്പം ധൈര്യം കിട്ടി തുടങ്ങിയിരുന്നു. ശിവാനി പ്ലീസ്, വീണ്ടും കെഞ്ചുകയായിരുന്നു അരുൺ. എനിക്കെന്നോട് ദേഷ്യമൊന്നുമില്ല അരുൺ, പക്ഷേ ഇനി എന്നെ ഉപദ്രവിക്കാൻ വരരുത് നീ. ഇത്തവണ വാക്കുകളിൽ ഒരു താക്കീതും ഒളിപ്പിച്ചു അവൾ. അപ്പോഴേക്കും ജീന പതിയെ അവർക്കരികിലേക്കെത്തി. അവളെ കണ്ട മാത്രയിൽ സന്തോഷത്താൽ ശിവാനിയുടെ മിഴികൾ തുളുമ്പി. ജീന, താങ്ക്സ് എ ലോട്ട്. ആ വാക്കുകൾ കേട്ട് ജീന പുഞ്ചിരിച്ചു. താങ്ക്സ് പറയേണ്ടത് എനിക്കല്ലടോ. ഇവനെ അടിച്ചു ചുരുട്ടി ഈ പ്രശ്നം പുല്ലുപോലെ സോൾവ് ആക്കി തന്ന വേറൊരാളുണ്ട്, അയാളോടാണ്.
അതാരാ? ആരാണേലും പറയ്, ഞാൻ പോയി നേരിട്ട് കാണാം. ആകാംക്ഷയോടെ ശിവാനി ചോദിക്കുമ്പോൾ വീണ്ടും പുഞ്ചിരിച്ചു ജീന. അപ്പോഴേലും അവർക്കിടയിലേക്ക് വീണ്ടും അരുണെത്തി. ശിവാനി, എൻ്റെ ഫോൺ ഇന്നലെ അച്ഛൻ പിടിച്ചു വാങ്ങിപ്പോയി. അതൊന്ന് തിരികെ വാങ്ങി തരുമോ? ഇത്തവണ ശരിക്കും ശിവാനി നടുങ്ങിയിരുന്നു. അച്ഛനോ? എൻ്റെ അച്ഛനോ? അതേടി, നിന്റെ അച്ഛൻ തന്നെ. ഇന്നലെ ഇവനെ പഞ്ഞിക്കിട്ടതും പ്രശ്നം സോൾവ് ആക്കിയതും നിന്റെ അച്ഛനാണ്. ഈ വിഷയം അല്പം സീരിയസ് ആയതുകൊണ്ട് ഞാൻ നേരെ അങ്കിളിനെ വിളിച്ചു കാര്യം പറഞ്ഞു. മക്കൾ അപകടത്തിലായാൽ ഒരു രക്ഷകർത്താവും പിന്നെ വാശി കാണിക്കില്ല. അങ്കിൾ നിന്നോട് ക്ഷമിച്ചുവെന്ന് മാത്രം. അല്ല, സിമ്പിളായി കാര്യം സോൾവ് ആക്കി. നേരെ വീട്ടിലേക്ക് വിട്ടോ. എന്നിട്ട് അങ്കിളിനോട് നേരിട്ട് താങ്ക്സ് പറഞ്ഞു. ഇത്തവണ സന്തോഷത്താൽ പൊട്ടിക്കരഞ്ഞു പോയി ശിവാനി. അച്ഛനെന്ന വാക്കിന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ടവൾ വേഗത്തിൽ വീട്ടിലേക്ക് പാഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.